ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രണ്ടാം ക്ലാസ്സിലത്തെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് നാളെ ഇൻ്റഗ്രേഷൻ ഡേ 2 ആണ് എക്സാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കി നോക്കാം. പ്രവർത്തനം 6, ചിണ്ടൻ്റെ പൂന്തോട്ടം. ചിണ്ടൻ ചുണ്ടലിയുടെ പൂന്തോട്ടത്തിൻ്റെ ചിത്രത്തിന് നിറം നൽകൂ. ചിത്രത്തിന് നടുവിൽ കാണുന്നത് ഒരു വിശേഷപ്പെട്ട പൂവാണ്. അതിന് ചുവപ്പ് നിറം നൽകണം. അപ്പൊ എന്താണ് ഒരു ചിണ്ടൻ ചുണ്ടലിയുടെ തോട്ടത്തിന്റെ ഫോട്ടോ ആണ്, ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിലെന്താന്ന് വെച്ചാൽ കൂട്ടുകാർ ഭംഗിയുള്ള നിറം കൊടുക്കുക. ഇതിനെന്ത് ചെയ്യണം, ഈ സെന്ററിലുള്ള ഈ പൂവിന് റെഡ് കളറ് അടിക്കണം. ഓക്കെ, ഇനി അടുത്തത് പൂന്തോട്ടത്തിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തി വിവരണം തയ്യാറാക്കൂ. കുറഞ്ഞത് 5 വാക്യങ്ങൾ. അപ്പൊ എന്താണ് ഈ പൂന്തോട്ടത്തിന്റെ ഈ ചിത്രത്തിൽ കാണുന്നതിന്റെ വിവരണം തയ്യാറാക്കാനാണ്. അപ്പൊ അതാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. നല്ല ഭംഗിയുള്ള പൂന്തോട്ടമാണ് ചുണ്ടൻ എലിയുടേത്. പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളുണ്ട്. പക്ഷികൾ പാറി പറക്കുന്നു. ഒരുപാട് ഭംഗിയുള്ള പൂക്കൾ ഈ തോട്ടത്തിന് ചുറ്റുമുണ്ട്. വേലി കെട്ടിയിട്ടുള്ള ഒരു മനോഹരമായ തോട്ടമാണ് ചുണ്ടനെലിയുടേത്. അപ്പൊ എന്താണ്, നല്ല ഭംഗിയുള്ള ഒരു തോട്ടമാണ് ചുണ്ടനെലിയുടേത്. അതുപോലെ ഒരുപാട് പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളുണ്ട്. പക്ഷികളൊക്കെ പറക്കുന്നുണ്ട്. ഒരുപാട് ഭംഗിയുള്ള പൂക്കൾ ഈ തോട്ടത്തിന് ചുറ്റുമുണ്ട്. മാത്രമല്ല വേലി കെട്ടിയിട്ടുമുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത്, ചുണ്ടൻ ചെണ്ടലിയുടെ തോട്ടത്തിനെ കുറിച്ചിട്ട് ചിത്രത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നെക്സ്റ്റ് പ്രവർത്തനം 7, പൂന്തോട്ടത്തിലെ കൂട്ടുകാർ. ചിണ്ടന്റെ പൂന്തോട്ടത്തിലെ കൂട്ടുകാരെ നോക്കി നീതുവും കൂട്ടുകാരും പാടുന്നത് നോക്കൂ. അപ്പൊ നീതുവും കൂട്ടുകാരും എന്ത് ചെയ്യാണ്, ചിണ്ടന്റെ തോട്ടത്തിലെ പക്ഷികളെ നോക്കിയിട്ട് പാടുകയാണ്. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. വരികൾ കൂട്ടിച്ചേർത്ത് പാടാം. പൂന്തോട്ടത്തിൽ പാടുന്ന കുറുകുറു പാടിപ്പാറുന്ന വെള്ളക്കുപ്പായക്കാര, കൂടെ ഞാനും പോന്നോട്ടെ. ഇനി ബാക്കി നമുക്ക് നോക്കി നോക്കാം. പൂന്തോട്ടത്തിൽ പാടുന്ന കൂക്കു പാടിപ്പാറുന്ന, പിന്നെ തന്നിട്ടില്ല. അപ്പൊ ഇവിടെ വെള്ളക്കുപ്പായക്കാരാന്നല്ലേ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, നീലക്കുപ്പായക്കാര, കൂടെ ഞാനും പോന്നോട്ടെ. നീലക്കുപ്പായക്കാര, കൂടെ ഞാനും പോന്നോട്ടെ. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് എല്ലാ വരികളും നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക് എഴുതാം, പൂന്തോട്ടത്തിൽ പാടുന്ന, ഇവിടെ നമ്മൾ കുറുകുറു കൂക്കു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനി ഇവിടെ നമുക്ക് എന്ത് പറയാം, കിയോ കിയോ പാറുന്ന മഞ്ഞക്കുപ്പായക്കാര, കൂടെ ഞാനും പോന്നോട്ടെ. ഓക്കെ, ഇനി നമുക്ക് പ്രവർത്തനം 8 നോക്കി നോക്കാം. സ്കൂളിൽ തോട്ടം ഒരുക്കണം. നീതുവും കൂട്ടുകാരും തോട്ടത്തിലേക്ക് വേണ്ടുന്ന ചെടികൾ ലിസ്റ്റാക്കി. അപ്പൊ എന്താണ്, സ്കൂളിൽ തോട്ടം ഉണ്ടാക്കണം. അപ്പൊ എന്തൊക്കെ ലിസ്റ്റുകളാ വേണ്ടതെന്ന് വെച്ചാൽ അത് നീതുവും കൂട്ടുകാരും കൂടി ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ്, ചീര, ചേന, മുല്ല, ചെമ്പരത്തി, ചേമ്പ്, റോസ്, മരച്ചീനി, പയറ്, മത്തൻ, കരിമ്പ് എന്നിങ്ങനെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇനി അതിലെ ആദ്യത്തെ ചോദ്യം, ചെടികളെ പട്ടികപ്പെടുത്തു. അപ്പൊ നമുക്ക് പട്ടികപ്പെടുത്തി വെക്കാം. അപ്പൊ വിത്ത് മുളച്ച് ഉണ്ടാവുന്നത് എന്തൊക്കെയാണ്, ചീര, കുമ്പളം, മത്തൻ. ഇനി നെക്സ്റ്റ് കിഴങ്ങിലൂടെ ഉണ്ടാവുന്നതാണ് ചേന, മരച്ചീനി. ഇനി തണ്ടിലൂടെ ചെമ്പരത്തി, റോസ്, മുല്ല. ഓക്കെ, ഇനി അടുത്തത് ഇല മുളച്ചുണ്ടാകുന്ന ഒരു ചെടിയുടെ പേരെഴുതൂ. അപ്പൊ ഇല മുളച്ചിട്ടുണ്ടാവുന്ന ഒരു ചെടി നമുക്ക് എന്ത് എഴുതാം, ഇലമുളച്ചി എന്ന് എഴുതാം. ഓക്കെ, ഇനി പ്രവർത്തനം 8 നോക്കി നോക്കാം. പ്രവർത്തനം 8, അടുത്തതെന്ത് നോക്കി നോക്കാം. വിട്ടുപോയ സ്ഥലങ്ങളിൽ സംഖ്യകളെ കണ്ടെത്തി എഴുതൂ. അപ്പൊ 100, 102, 104, പിന്നെന്താ വരിക, 100 കഴിഞ്ഞപ്പോൾ 101 നമ്മൾ എഴുതിയില്ല, 102 എഴുതി. 103 എഴുതിയില്ല, 104. അപ്പൊ 105 വേണ്ട, 106, 108, 110, 112, 114. ഇനി 17, 20, 23. പിന്നെ നമുക്ക് എന്ത് എഴുതാം,
ഇവിടെ നോക്കൂ 17 കഴിഞ്ഞാൽ 19, 17 കഴിഞ്ഞാൽ 18, 19, 20. ഇവിടെ +3 ചെയ്തപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇനി 20 + 3 ചെയ്തപ്പോൾ ഇത് കിട്ടി. അപ്പം 23 + 3 ചെയ്താൽ ഇത് കിട്ടും 26. 26 + 3 ചെയ്താൽ 29, 32, 35, 38. ഇനി അടുത്തത് 40, 36, 32 കുറഞ്ഞ് വരികയാണ് അല്ലേ. അപ്പം 40-ൽ നിന്ന് -4 ചെയ്തപ്പോൾ 36, -4 ചെയ്തപ്പോൾ 36 കിട്ടി. 36 -4 ചെയ്തപ്പോൾ 32 കിട്ടി. അങ്ങനെയാണെങ്കിൽ 32-ൽ നിന്ന് -4 ചെയ്താൽ 28, 24. ഓക്കെ. ഇനി അടുത്തത് എന്താ 110, 100, 90. അപ്പം എന്താ വരിക 80, 70, 60. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കിയ സംഖ്യാ പാറ്റേൺ. അപ്പം മേലെ നമ്മൾ ഒരുപാട് പാറ്റേൺ കണ്ടു. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ ഏത് പാറ്റേൺ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഏതെങ്കിലും ഒരു പാറ്റേൺ ഇവിടെ കൊടുക്കുക. അപ്പം നമുക്കിപ്പോൾ 1, 1, 1, 2, 2, 2, 3, 3, 3, 4, 4, 4 എന്ന സിമ്പിൾ പാറ്റേൺ നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് പ്രവർത്തനം 8. പ്രവർത്തനം 10 തിന്നാം. അപ്പൊ അതിലെന്താ പറയുന്നത് നമുക്ക് നോക്കി നോക്കാം. നീതുവും കൂട്ടുകാരും പാട്ടുപാടി കളിക്കുകയാണ്. അപ്പൊ നീതുവിന്റെ കൂട്ടുകാരും എന്ത് ചെയ്യാണ്, അവർ പാട്ട് പാടിയിട്ട് കളിക്കുകയാണ്. ചീരയില തിന്നാം, വാഴയില തിന്നാം, ചേ എന്ന് പറഞ്ഞിട്ട് എന്താണ് അവര് കളിക്കുകയാണ്. നമുക്ക് നോക്കി നോക്കാം. ഇലകൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എഴുതൂ. അപ്പൊ ഇല കൊണ്ടുള്ള പ്രയോജനങ്ങൾ എഴുതാനാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആദ്യം വാഴയില ഭക്ഷണം കഴിക്കാൻ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? പൊതിയാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? വാഴയില ഉപയോഗിക്കും. ഇനി തെങ്ങോല നമുക്ക് എന്തിനു ഉപയോഗിക്കാം? വീട് വാരാൻ, അതായത് അടിച്ചു വാരാൻ വേണ്ടി നമ്മൾ തെങ്ങോല ഉപയോഗിക്കും. അതുപോലെ തന്നെ മേൽക്കൂര ഉണ്ടാക്കാൻ. ഇനി ചീരാണെങ്കിൽ കറി ഉണ്ടാക്കാൻ നമ്മൾ ചീര ഉപയോഗിക്കും. ഇനി തുളസിയിലയാണെങ്കിൽ മരുന്നിന് അല്ലെങ്കിൽ പൂജയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കും. അല്ലെങ്കിൽ തലയിൽ ചൂടാനും അങ്ങനെ ഇതന്നെ എഴുതണമെന്നില്ല. എന്തെങ്കിലും പ്രയോജനം, അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രയോജനം എഴുതിയാൽ മതി. ഇനി അടുത്തത് പട്ടികയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് എന്താണ്? ഓരോ സസ്യങ്ങൾക്കും അതിൻ്റെതായ പ്രയോജനങ്ങൾ ഉണ്ട്. നമുക്ക് ഇവിടെ എഴുതാം. ഓരോ സസ്യങ്ങൾക്കും അതിൻ്റെതായ പ്രയോജനങ്ങൾ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത് ജസ്റ്റ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ജസ്റ്റ് കൂട്ടുകാർക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി വെക്കാം. ഓക്കെ. ഏതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ ഡിസ്കസ് ചെയ്യാനില്ല. കാരണം നമ്മുടെ എന്താണ് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. ഓക്കെ. അപ്പൊ ഈ വീഡിയോ ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.